ഞാൻ 51 വർഷമായി കുരുമുളക് കൃഷിയിലേക്ക് വന്നിട്ട്. ഈ 51 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം കുരുമുളക് മുഴുവൻ കൃതവാട്ടം വന്ന് നശിച്ചു പോയി. പിന്നീട് കൃഷി ഞാൻ ഉപേക്ഷിച്ച് ഈ കൃഷിയിൽ നിന്ന് മാറി മറ്റ് കൃഷികളിലേക്ക് മാറി. ഏതാണ്ട് 22 വർഷത്തിന് മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് കാണാനിടയായി. അത് അവിടെ നിന്നൊരു 25 കുരുമുളക് തൈകൾ, അത് പന്നീർ വണ്ണായിരുന്നു, അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് റബ്ബർ വെട്ടിയ മരത്തേൽ ഇട്ടു. അത് 3 വർഷം 4 വർഷം ആയപ്പോഴത്തേക്കും നല്ല വിളവ് കിട്ടി. നല്ല അഭൂതപൂർവമായ ഒരു വളർച്ച കണ്ടു. അപ്പോൾ ഇത് നല്ലൊരു കൃഷിയാണല്ലോ എന്ന് അപ്പോൾ ഞാൻ ഇത് ഓർത്തു. അങ്ങനെ ആ കൃഷി പിന്നെ കൂടുതൽ തൈകളുണ്ടാക്കി നമ്മുടെ പറമ്പിൽ തന്നെ കുറേയേറെ തൈകൾ നട്ടു. അത് നല്ലതുപോലെ കേടില്ലാതെ വരുന്നത് കണ്ടപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. പിന്നീട് 2018 ശേഷം ഞങ്ങൾ തന്നെ നഴ്സറിയായിട്ട് ചെറിയ തോതിൽ ആരംഭിച്ച് ആവശ്യക്കാർക്കൊക്കെ ഇത് കുറേശ്ശെ വിതരണം ചെയ്തു. അത് കൂടുതൽ ആവശ്യക്കാർ വന്നപ്പോഴേക്കും ഞങ്ങൾ പ്രസ്ഥാനം ഇച്ചിലൂടെ വിപുലപ്പെടുത്തി. ഇപ്പോൾ അതൊരു പോളി ഹൗസിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൂടുതൽ ആവശ്യക്കാർക്ക് എത്ര തൈ വേണമെങ്കിലും കൊടുക്കാവുന്ന രീതിയിൽ ഉള്ള സംവിധാനമായി. അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആവശ്യക്കാർക്ക് ഏതെല്ലാം തൈകൾ ആവശ്യമുണ്ടോ അത് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത് ചെന്തല കെട്ടിക്കൊടുത്തതാണ്. ഇത് ചെന്തല കെട്ടിക്കൊടുത്തപ്പം ഇതെല്ലാം മുകളിലോട്ട് വന്ന് മുഴുവൻ കണ്ണി കുത്തി കായ്ക്കുന്നു. ഇത് കൈരളി ഇനത്തിൽപ്പെട്ട കൊടിയാണ്. ഇത് ഏതാണ്ട് 7-8 വർഷത്തോളം പ്രായമുണ്ട്. നന്നായിട്ട് കായ്ക്കുന്നതാണ്. ഇത് റാന്തൽ മുണ്ടയാണ്. ഇതിപ്പോൾ 6 മാസം പ്രായമായതാണ്. കവുകയിൽ ഇട്ട് പരീക്ഷിക്കുന്നതാണ്. ഇപ്പോൾ നഴ്സറിയിലുള്ള തൈകൾ കരിമുണ്ട, നാരായക്കൊടി, പന്നീർ വണ്ണ്, റാന്തൽ മുണ്ട, മലബാർ കരിമുണ്ട, ഇതെല്ലാം ഇപ്പോൾ ലഭ്യമാണ്. ബാക്കി ഏതാണ്ട് 30ഓളം ഇനങ്ങളുണ്ട്. അതൊന്നും വിപണനത്തിന് തയ്യാറായിട്ടില്ല. ഇത് പന്നീർ ഇനം കുരുമുളകാണ്. ഇത് 20 വർഷം പ്രായമുണ്ട്. ഇത് 20 വർഷമായിട്ട് കേടില്ലാതെ, ഒരു ഇലയ്ക്ക് പോലും കേടില്ലാതെ നിൽക്കുന്നതാണ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുമ്പം ഋതവാട്ടം വരികയില്ല, ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് ഒറ്റക്കൊടിയാണ്. ഇത് അടിവശത്തു നിന്ന് ചെന്തല കയറി വന്നപ്പോൾ അത് കെട്ടിക്കൊടുത്തപ്പം ഇതിപ്പോൾ നിറച്ച് കയറി പിന്നെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട്. ഈ നഴ്സറി സ്ഥിതി ചെയ്തത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ അറത്തോട് പഞ്ചായത്തിൽ 10ാം വാർഡിലാണ്. അത് പൂപ്പള്ളിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി.